എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഗ്രാൻഡ് ഹ്യുണ്ടായി പാലക്കാടാണ് കേട്ടോ. അടുത്ത് തന്നെ ഒരു പുതിയൊരു ഷോറൂം പാലക്കാട് തുറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു താരത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ 2024 അഥവാ ഐക്കോട്ടി 24 അവാർഡ്സിന്റെ വിന്നറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ 2024. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. ഒന്ന് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ, അതായത് എഞ്ചിൻ 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.2 ലിറ്റർ ബൈ ഫ്യൂവൽ പെട്രോൾ വിത്ത് CNG വരുന്നുണ്ട്. അപ്പോൾ 4 സിലിണ്ടറിന്റെ എഞ്ചിനാണ് 1197 cc. അപ്പോൾ പെട്രോൾ എഞ്ചിൻ 1013.8 Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. വൈൽ ദി പെട്രോൾ വിത്ത് CNG 95.2 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ട്രാൻസ്മിഷൻസാണ് വരുന്നത്. 5 സ്പീഡ് മാനുവൽ, സ്മാർട്ട് ഓട്ടോ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് AMT ഗിയർ ബോക്സ് കാപ്പ പെട്രോൾ എഞ്ചിനിൽ. CNG എഞ്ചിനിൽ നമുക്ക് 5 സ്പീഡ് മാനുവൽ മാത്രം വരുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ മാക്ഫേഴ്സൺ സ്ട്രറ്റ് ആണ്. അതുപോലെ തന്നെ റെയറിൽ കപ്പിൾഡ് ടോർഷൻ BMAX-ലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ആണ് കംപ്ലീറ്റ്ലി. റെയർ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഡ്രമ്മാണ് വരുന്നത്. ഈ വണ്ടിയുടെ ഇത് ആക്ച്വലി മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതാണ് വണ്ടിയുടെ വീലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് ഒന്ന് കയറാം. ഇതാണ് വണ്ടിയുടെ കീ. ഇത് അൺലോക്ക് ചെയ്യാനും ഇത് ലോക്ക് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് കയറി വണ്ടി ആക്ച്വലി സ്റ്റാർട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സേഫ്റ്റി പാർട്ടായിട്ട് ഒരു ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷ് ക്യാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പ് എൻഡ് വേരിയന്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവിൽ പോകുമ്പോൾ അഥവാ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വല്ല തെഫ്റ്റോ വല്ലതും ഉണ്ടായാൽ നമുക്ക് എക്സ്റ്റീരിയർ ക്യാം വഴി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റീരിയർ ക്യാമിൽ നമുക്ക് കുട്ടികളുടെ മെമ്മറീസ്, നല്ല മെമ്മറീസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഒരു ടെക്നോളജി നമുക്കറിയാം, ഹ്യുണ്ടായി ആൻഡ് കിയാണ് ഏറ്റവും കൂടുതൽ ടെക്നോളജി കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് അലക്സ വഴി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, AC സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, എല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അത് ടോപ്പ് എൻഡ് വേരിയൻസിൽ വരുന്നുണ്ട്. പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റീരിയേഴ്സിനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും നല്ല ഇന്റീരിയേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം പ്രീമിയം ആയ ഒരു ഗ്ലോസി ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ടെക്സ്റ്റഡ് ഇന്റീരിയേഴ്സ്, AC വെൻസ് കാണാൻ തന്നെ നല്ലൊരു പ്രീമിയം ക്ലാസിക് ടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ചെറിയൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ടൈ സപ്പോർട്ട് ഒരു ഡീസെന്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിട്ട് എല്ലാ വണ്ടികൾക്കും 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം തണുപ്പാണ്. അപ്പോൾ റെയർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് റെയർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത് ചില വണ്ടികളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോമ്പറ്റീറ്റീവ് ഈ ഒരു സെഗ്മെന്റിൽ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സൺറൂഫ് വരുന്നുണ്ട്. ഞാൻ ഉള്ളിൽ നിന്നുള്ള വ്യൂവും കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മെയിൻ ഒരു ഹൈലൈറ്റിംഗ് ഡീറ്റെയിൽസ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫൂട്ട് വെൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ രാത്രി ഇപ്പോൾ പെട്ടെന്ന് ഓടിക്കുകയാണെങ്കിൽ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫൂട്ട് വെൽ ലൈറ്റിംഗ് എന്നാണ് ഹ്യുണ്ടായി വിളിക്കുന്നത് അതിനെ. അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയർ വ്യൂ ക്യാമറ, പിന്നെ ട്രാക്ഷൻ കൺട്രോള്. ഇതാണ് വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ്. ഇതാണ് ഡിജിറ്റൽ ക്ലസ്റ്റർ. പിന്നെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് വെച്ച് ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ നല്ലൊരു സ്പോർട്ടിയർ ഡ്രൈവിംഗ് ഫീലാണ്. അതാണ് വണ്ടിയുടെ സൈഡ് മിറർ. ഇതിൽ ഈ എംബഡഡ് ലൈറ്റ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു പ്രീമിയം നെസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽസ് കാണാൻ, അലോയ് വീൽസ് കാണാൻ നല്ലൊരു എന്താ പറയുക, ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടായി ഈ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരു പ്രീമിയം വണ്ടി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയോടെയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം H ഷേപ്ഡ് LED DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. എക്സ്റ്റർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഹ്യുണ്ടായുടെ വലിയൊരു ലോഗോ. പിന്നെ ഈ റെയറിൽ വരികയാണെങ്കിൽ ഈ ഒരു പാർട്ട് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ഒരു ഗ്ലോസ് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇത്തിരി ഒരു നമ്മുടെ ടെക്സ്റ്റേർഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയർ വൈപ്പേഴ്സ് ഫസ്റ്റ് സെഗ്മെന്റ് ആയിട്ട് ഇവിടെ റെയർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിൽ. ആ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആന്റിന, റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. SX വേരിയന്റ് ആണത്. എക്സ്റ്റർ ബാഡ്ജിങ് കാണാം. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിനിഷിങ് മാറ്റ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്പർ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റും. അപ്പോൾ നന്ദി, നമസ്കാരം.